അപ്പോൾ നമുക്കിന്ന് എങ്ങനെയാണ് ഹെയർ ക്ലിപ്പ് ചെയ്യലെന്നും കൂടി നോക്കാം. ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പിൽ സ്റ്റിച്ച് ചെയ്യുന്നതും അതുപോലെ ഇതിന് വേണ്ടിയിട്ടുള്ള സ്മോൾ മിനി ഡെയ്സി ഫ്ലവറുമാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കാണാം കേട്ടോ. ക്ലിപ്പ് ഇതേപോലെ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതേപോലത്തെ ടിക് ടാക്ക് ക്ലിപ്പാണ് നമുക്ക് വേണ്ടത്. ഇതേപോലെ ഓപ്പൺ ചെയ്ത് വെക്കുക. അതിൻ്റെ ഹെഡിൻ്റെ ഭാഗം ഇതേപോലെ റൈറ്റ് സൈഡിലായിരിക്കണം. ഇതിൻ്റെ ടൈലിൻ്റെ ഭാഗം ഇതേപോലെ ലെഫ്റ്റ് സൈഡായിരിക്കണം. ലെഫ്റ്റ് സൈഡ് മനസ്സിലാവാത്തവർക്ക് നമ്മൾ ഹാൻഡ് ഇങ്ങനെ പിടിക്കുമ്പോൾ എൽ ഷേപ്പ് കണ്ടോ, ആ ഷേപ്പാണ് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. ഈ എല്ലായിട്ട് കാണുന്നതാണ് ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഈ ഭാഗം റൈറ്റ് സൈഡ്. അപ്പം ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ക്ലിപ്പ് പിടിക്കേണ്ടത്. അതുകൊണ്ടാണ് ലെഫ്റ്റും റൈറ്റും മനസ്സിലാവാത്തതുകൊണ്ടാണ് ആ ഒരു ഷേപ്പ് പറഞ്ഞത് കേട്ടോ, എല്ല് ഭാഗം വരുന്നത്. ഓക്കെ, ഇതേപോലെ നമ്മളെ യാണിന് നോട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലേ വലിക്കുക. അതായത് നമ്മൾ ഈ ഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയാൽ മതി. കാരണം നമ്മൾ ഇവിടുന്ന് വലിക്കുമ്പോൾ നമ്മൾ ഹുക്ക് അതിൽ കയറണമെന്നില്ല. അതുകൊണ്ടാണ് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറയുന്നത്. ഇതേപോലെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ 15 സിംഗിൾ ക്രോഷ്യ ഇതിലേക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഭാഗത്ത് എൻ്റെ ക്ലിപ്പിന് 15 ആണ് പിടിക്കൽ. നിങ്ങളെ ക്ലിപ്പ് വലുതാകുന്നതിനനുസരിച്ചിട്ട് എത്രയാണോ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് അത്രയും സ്റ്റിച്ച് ചെയ്യുക. 1 2 കണ്ട 3 അതിനങ്ങ് കൊണ്ടുപോയാൽ മതി. കണ്ട 4 5 6 7. ആ ചെയ്യുമ്പം മറ്റേയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഹൈഡ് ചെയ്യേണ്ട കുഴപ്പമില്ല. കണ്ട അതങ്ങ് ഹൈഡായി പോയിക്കോളും. 8 9 ഇതേപോലെ തന്നെ പിടിക്കണേ. 10 11 12 13 14 ലാസ്റ്റ് കണ്ടോ 15. എൻ്റെ ഇതിൽ കറക്റ്റാണ് 15 സിംഗിൾ ക്രോഷ്യ. നിങ്ങളത് വലുതാണെങ്കിൽ ചിലപ്പം 16 or 17 ആയിരിക്കും. ഇതിലും കാട്ടി ചെറുതാണെങ്കിൽ 10 ആയിരിക്കും പിടിക്കൽ കേട്ടോ. ഓക്കെ, ഇത്ര വരെ ചെയ്ത് കഴിഞ്ഞാൽ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഈ ഗ്യാപ്പ് വരുന്നതുകൊണ്ടാണ് അവിടെ ചെയിൻ 1 ഇതേപോലെ ടേൺ ചെയ്യുക ഈ ഭാഗത്തേക്ക്. ഇനി ഈ ഭാഗത്തും ഇതേപോലെ സെയിം 15 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 2 3 പറഞ്ഞ പോലെ ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വലിച്ചാൽ മതി. 4 5 6 7 8 9 10 11 12 13 14 and 15. കണ്ടോ 15 സിംഗിൾ ക്രോഷ്യ ചെയ്തു. നിങ്ങൾ മാക്സിമം ഇതേപോലെ 1.5 2 മില്ലിമീറ്റർ ഹുക്ക് സൈസ് എടുക്കാൻ നോക്കുക. 3ലും ആവും അല്ല, എന്നാലും മാക്സിമം ഉണ്ടെങ്കിൽ അതെടുത്താൽ ഏറ്റവും ഈസിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇനി എന്ത് ചെയ്യുക, 3 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 2 3 ചെയിൻ ഇടുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. നമ്മൾ ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് 1 more റോയും കൂടി ഇതിൽ ചെയ്യാനുണ്ട്. ഇവിടെ ചെയിൻ 1ലും ഈ ചെയിൻ 3 സ്പേസിലും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. നമ്മൾ ഇവിടെ 15 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ മേലെ സെയിം സ്പേസിൽ 1 നെക്സ്റ്റ് 2 3 4 ഇതേപോലെ
ഇത്ര വരെ 15 ആയിട്ട് കാണാം. 15 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇനി എന്ത് ചെയ്യുക, നമ്മളിവിടെ ചെയിൻ 1 ഇട്ട സ്പേസ് ഉണ്ട് കണ്ടോ, 1 ചെയിൻ ഇട്ട ആ സ്പേസിൽ പോയിട്ട് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. എന്താ ആ സ്പേസിൻ്റെ ഉള്ളിലേക്ക് പോവാം. 1 ആൻഡ് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ 15 സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1 2 3 ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്ര വരെ ചെയ്യാം. ഇനി എന്താ, ചെയിൻ 3 സ്പേസിൽ നമ്മൾ ആദ്യം 1 ഹാഫ് ഡബിൾ ഇട്ട് കൊടുക്കുക. 1 ഹാഫ് ഡബിൾ. നെക്സ്റ്റ് 4 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കുക. 1 2 3 ആൻഡ് 4. പിന്നെ എന്ത് ചെയ്യുക, സെയിം സ്പേസിൽ തന്നെ 1 ഹാഫ് ഡബിളും കൂടി ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ, ഇതാണ് നമ്മളെ ക്ലിപ്പിൻ്റെ പാറ്റേൺ. ക്ലിപ്പ് ശരിക്കും ആക്കി വെക്കും. ശേഷം നമ്മൾ ചെയിൻ 1 ഇട്ടിട്ട് ഇവിടുന്ന് യാണ് കട്ട് ചെയ്യാണ് വേണ്ടത്. ഞാനിപ്പോൾ യാണ് കട്ട് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുകൊണ്ടാണ്. കുറേ ആൾ ഡൗട്ട് ചോദിച്ചുകൊണ്ട് ഒന്നും കൂടി ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. ഇതാ ഇവിടുന്ന് ചെയിൻ കട്ട് ചെയ്യുക, നല്ല വൃത്തിക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക ബാക്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഫ്ലവറിൻ്റെ പാറ്റേണും കൂടി എങ്ങനെയാണ് ചെയ്യലും കൂടി നോക്കാം. ഞാനിപ്പോൾ 2 കളർ വെച്ചിട്ടാണ് ഫ്ലവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇപ്പം 6 ഇപ്പം ഞാനിതാ ഈ കളർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു പിങ്ക് കളറും കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളിപ്പം മാജിക് റിങ് ഇടുക. എന്നിട്ട് ചെയിൻ 1 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നവർക്ക് 6 ചെയ്യാം. 2 3 4 5 ആൻഡ് 6. ഞാനിപ്പം 6 സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. 5 ചെയ്യുന്നുണ്ടെങ്കിൽ 5 ചെയ്യാം. നമ്മൾ എത്രയാണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള പെറ്റൽസാണ് നമുക്ക് കിട്ടൽ. ഇതേപോലെ ടൈറ്റാക്കി കൊടുക്കുക. ഫസ്റ്റ് പോയ, അതായത് ഫസ്റ്റ് ചെയ്ത സിംഗിൾ ക്രോഷ്യയിൽ പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് ഭാഗം. അതിനുശേഷം ചെയിൻ 1 ഇട്ടിട്ട് ഈ ആണ് ഇവിടുന്ന് കട്ട് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് കളർ ഞാൻ എടുക്കാം. കളർ എടുത്തു. ഇതിന് നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നിങ്ങൾ ഇവിടുന്ന് കട്ട് ചെയ്യണേ. ചെയിൻ 1 ഇട്ടിട്ട് ഞാൻ കട്ട് ചെയ്യാത്തതാണ്. എന്താ, ഇനി ഇവിടെ എവിടെ നിന്നാണോ നമ്മൾ കട്ട് ചെയ്തത് ആ ഭാഗത്ത് പോയിട്ട് ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നോട്ടിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരിക. ചെയിൻ 2 ഇട്ട് കൊടുക്കുക. 1 2. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ പോയിട്ട് 2 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. നെക്സ്റ്റ് ചെയിനിൽ പോവുക, 2 ടൈംസ് ഡബിൾ ക്രോഷ്യ. 1 2. എന്നിട്ട് ചെയിൻ 2 ഇടുക. 1 2. സെയിം സ്പേസ് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ട, നമുക്കൊരു പാറ്റൽ കിട്ടി സ്മോൾ. സെയിം പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യാം. 1 2. ചെയിൻ 2 ഇടുക. നെക്സ്റ്റ് ചെയിനിൽ പോയിട്ട് 2 ടൈംസ് ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 ആൻഡ് 2. ചെയിൻ 2 ഇട്ട് കൊടുക്കുക. സെയിം സ്പേസ് പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച്. ഇതേപോലെ നമുക്ക് 6 പെറ്റൽസ് കിട്ടണം. അത്ര വരെ ചെയ്തിട്ട് കാണിച്ചു തരാം. എൻ്റെ ലാസ്റ്റ് പെറ്റലെത്തി. ഞാനിത് കട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ചെയിൻ 2 ലാസ്റ്റ് പെറ്റൽസിൽ 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്തോ, അല്ല ഡബിൾ ക്രോഷ്യ ചെയ്യാം. 1 നെക്സ്റ്റ് 2. എന്നിട്ട് എന്ത് ചെയ്യുക, ചെയിൻ 2 സെയിം സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യുക, നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സ്ഥലമില്ലേ, ഇതൊക്കെ കണ്ട, ഇവിടെ പോയിട്ട് ചെയിൻ സ്പേസ് പോയിട്ട് അവിടെയും പോയിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക.
സ്ലിപ്പ് സ്റ്റിച്ച്. ഇതാണ് നമ്മളെ ഫ്ലവറിൻ്റെ പാറ്റേൺ. ഇനി ചെയിൻ 1 ഇട്ടിട്ട് ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക, ബാക്കിലേക്ക് ഹൈഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ ഫ്ലവർ പാറ്റേൺ. കണ്ടോ? ഇനി ഇത് രണ്ടും തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. കണ്ടോ? നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക, ഇല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിൽ സോ ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഇതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് പാറ്റേൺ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഡിഫറെൻറ്റ് പാറ്റേണിൽ, അതായത് സൺഫ്ലവർ, ഡെയ്സി ഫ്ലവർ, അങ്ങനെ കളർഫുൾ ഫ്ലവേഴ്സ് ആക്കുക, അല്ലെങ്കിൽ ഹാർട്ട് വെച്ച് കൊടുക്കുക. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം എല്ലാവർക്കും വീഡിയോസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.